ലക്ഷ്യം ശബരിമാമല, ഒരേ ഒരു മോഹം ദിവ്യദർശനം, ഒരേ ഒരു മാർഗം 18-ാം പടി, ഒരേ ഒരു മന്ത്രം ശരണം. ശബരിമല മകരവിളക്ക് KSRTC സ്പെഷ്യൽ സർവീസുകൾ. സ്വാമി ശരണമയ്യപ്പ, ഒരേ ഒരു ലക്ഷ്യം ശബരിമാമല, ഒരു മാർഗം 18-ാം പടി, ഒരേ ഒരു മന്ത്രം ശരണമയ്യപ്പ. ശബരിമലയിൽ ഭക്തജനങ്ങൾക്ക് ദർശന പുണ്യം പകർന്ന് ജനുവരി 15-ന് പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിഞ്ഞു. വൈകിട്ട് 6:45-ഓടെയാണ് 3 തവണ മകരവിളക്ക് തെളിഞ്ഞത്. പിന്നാലെ ആകാശത്ത് ഉത്രം നക്ഷത്രവും തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് ശേഷമായിരുന്നു പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിഞ്ഞത്. KSRTCയെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രാധാന്യമുള്ള വെല്ലുവിളി നിറഞ്ഞ ഒരു മണ്ഡലപൂജ മകരവിളക്ക് മഹോത്സവ കാലമാണ് കടന്നുപോയത്. കോവിഡിന് ശേഷം ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തിച്ചേർന്ന കാലയളവ് തന്നെയായിരുന്നു. ലക്ഷക്കണക്കിന് ഭക്തർ മകരവിളക്ക് ദർശനത്തിനായി സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലുമായി എത്തിച്ചേർന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇലവുങ്കൽ, അയ്യന്മല, നെല്ലിമല, പടിഞ്ഞാറേ കോളനി, അട്ടത്തോട്, പഞ്ഞിപ്പാറ, പമ്പ ഹിൽ ടോപ്പ്, നീലിമല, അപ്പാച്ചിമേട് എന്നിവിടങ്ങളിലെ വ്യൂ പോയിന്റുകളിലായി ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരാണ് മകരജ്യോതി കാണുവാനായി ശബരിമലയിൽ എത്തിച്ചേർന്നത്. തിരുവാഭരണഭൂഷിതനായ ഭഗവാൻ അയ്യപ്പന്റെ ദീപാരാധനയ്ക്ക് ശേഷമുള്ള മകരജ്യോതി ദർശനത്തിന് ശേഷം പമ്പയിലേക്ക് ഒഴുകിയെത്തിയ അയ്യപ്പ ഭക്തരെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ അവരവരുടെ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക എന്ന വലിയൊരു ദൗത്യമാണ് KSRTC ഏറ്റെടുത്തതും വിജയകരമാക്കിയതും. ഭക്തജന ലക്ഷങ്ങൾക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്നതിനായി ജനുവരി 4-ാം തീയതി പമ്പ ശ്രീരാമസാകേതം ഹാളിൽ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ KB ഗണേഷ് കുമാർ അവർകളുടെ അധ്യക്ഷതയിൽ കൂടിയ അവലോകന യോഗത്തിൽ മുൻകാലങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമായതും ഫലപ്രദവുമായ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ തിരികെ എത്തിക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ KSRTC നടപ്പിലാക്കുകയായിരുന്നു. കേരളത്തിലെ വിവിധ KSRTC ഡിപ്പോകളിൽ നിന്നും 846 ബസ്സുകളാണ് മകരവിളക്കിനായി സജ്ജമാക്കിയിരുന്നത്. വടക്കൻ മേഖലയിൽ നിന്നും മധ്യമേഖലയിൽ നിന്നുമുള്ള ബസ്സുകൾ യഥാക്രമം എരുമേലി ഹബ്ബ് വഴിയും, തെക്കൻ മേഖലയിൽ നിന്ന് പുറപ്പെട്ട ബസ്സുകൾ പത്തനംതിട്ട ഹബ്ബ് വഴിയും, മറ്റു ഡിപ്പോകളിൽ നിന്നും സ്പെഷ്യൽ സെന്ററുകളിൽ നിന്നുമായി വരുന്ന ബസ്സുകൾ അധികമായി പമ്പയിലും ഇടത്താവളങ്ങളിലും എത്തിക്കുകയായിരുന്നു. സ്വാമി ശരണം. ഇത്തവണത്തെ പമ്പ ശബരിമല മകരവിളക്കിനോടനുബന്ധിച്ച് KSRTC വിപുലമായ സജ്ജീകരണങ്ങളാണ് നടത്തിയത്. 809 ബസ്സുകൾ, നമ്മൾ 800 ബസ്സുകളാണ് പൂൾ ചെയ്തിരുന്നത് എങ്കിൽ പോലും 809 ബസ്സുകൾ ഇതിനകം തന്നെ പമ്പയിലേക്ക് എത്തിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞു. ഇടത്താവളം, പത്തനംതിട്ട ഇടത്താവളത്തിൽ നമ്മുടെ ക്ലസ്റ്റർ ഓഫീസർ, അതുപോലെ മെക്കാനിക്കൽ എഞ്ചിനീയർ, ചീഫ് ഓഫീസ്, വെൽഫെയർ ഓഫീസർ, DCP ഓഫീസർമാർ തുടങ്ങി എല്ലാ വിഭാഗം ഓഫീസർമാരും ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പരമാവധി ഇവിടെ എത്തിയ മുഴുവൻ ബസ്സുകളും പമ്പയിലേക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ്. യാതൊരു തടസ്സവും കൂടാതെ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് പോലീസ് മോട്ടോർ വാഹന വകുപ്പ് വളരെ പ്രതിജ്ഞാബദ്ധമായി നമ്മോടൊപ്പം ഉണ്ട്. ഈ വർഷത്തെ മണ്ഡലകാല മകരവിളക്ക് മഹോത്സവം ഏറ്റവും ഭംഗിയായി നടത്തുവാൻ കഴിയുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അതുപോലെ തന്നെ എരുമേലിയിലും എത്തിച്ചേരുന്ന എല്ലാ കണ്ടക്ടർ, ഡ്രൈവർ വിഭാഗം ജീവനക്കാർക്കും ഭക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. KSRTCയുടെ വകയായിട്ട് ഓരോ ബസ്സിലും ഭക്ഷണ കിറ്റുകളും, അതുപോലെ തന്നെ പമ്പയിൽ ജോലി ചെയ്യുന്ന മുഴുവൻ ജീവനക്കാർക്കും നമ്മൾ ഭക്ഷണ കിറ്റുകൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. കൂടാതെ
പത്തനംതിട്ട ഇടത്താവളത്തിൽ എത്തുന്ന മുഴുവൻ ജീവനക്കാർക്കും, കണ്ടക്ടർ ഡ്രൈവർ വിഭാഗം ജീവനക്കാർക്കും അതുപോലെ തന്നെ ഓഫീസർമാർക്കും ഇവിടെ നമ്മുടെ അംഗീകൃത സംഘടനാ പ്രതിനിധികൾ ഒരുക്കുന്ന ഭക്ഷണം ഇന്നലെ രാത്രിയും, അതായത് ജനുവരി 14 രാത്രിയും ജനുവരി 15 ഇന്ന് രാവിലെയും അതുപോലെ ഉച്ചയ്ക്കും നൽകുന്നുണ്ട്. വളരെ നല്ല രീതിയിലുള്ള ഒരു ക്രമീകരണങ്ങളാണ്. ഇനി ഏതാനും ബസ്സുകൾ മാത്രമേ ഇനി നമുക്ക് പമ്പയിലേക്ക് അയക്കുവാനുള്ളൂ. ഈ ബസ്സുകൾ പമ്പയിൽ എത്തിച്ച് ദർശന സാഫല്യമടങ്ങുന്ന നമ്മുടെ തീർത്ഥാടകരെ തിരികെ വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള പ്രധാനമായിട്ടുള്ള ഒരു ദൗത്യമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. അതിനകത്ത് KSRTC നമ്മുടെ ടീം വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് പത്തനംതിട്ടയിൽ 50 ബസ്സുകൾ ബഫർ സ്റ്റോക്ക് എന്ന രീതിയിൽ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ, ജോയിൻ്റ് മാനേജിംഗ് ഡയറക്ടർ എന്നിവരുടെ എല്ലാ നിർദ്ദേശങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട CMDയും അതുപോലെ തന്നെ ജോയിൻ്റ് മാനേജിംഗ് ഡയറക്ടറും നൽകിയ നിർദ്ദേശങ്ങൾ സ്പെഷ്യൽ സർവീസുകൾ വിജയപ്രദമാക്കുവാൻ അങ്ങേയറ്റം സഹായിച്ചിട്ടുണ്ട്. എല്ലാ ഓഫീസർമാരും, എല്ലാ ഉദ്യോഗസ്ഥരും, എല്ലാ ജീവനക്കാരും അതുപോലെ തന്നെ യൂണിയൻ പ്രതിനിധികളും ഒന്നിച്ചൊന്നായി അണിനിരന്നാണ് ഈ പ്രവർത്തനം വിജയകരമാക്കിയത്. എല്ലാവിധമായ ആശംസകളോടെയും നമ്മുടെ തീർത്ഥാടകർക്ക് KSRTCയുടെ സുരക്ഷിത യാത്ര ഒരുക്കിക്കൊണ്ട് നമ്മൾ മുന്നേറുകയാണ്. പത്തനംതിട്ട, എരുമേലി എന്നിവിടങ്ങളിൽ പമ്പയിലേക്ക് പൂൾ ചെയ്ത ബസ്സുകളുമായി എത്തിച്ചേരുന്ന എല്ലാ ജീവനക്കാർക്കും KSRTC സൗജന്യമായി ഭക്ഷണ കിറ്റ് നൽകിയിരുന്നു. ഭക്ഷണ കിറ്റ് നിറയ്ക്കുവാനും മകരവിളക്കിന് തലേ ദിവസം മുതൽ മകരവിളക്ക് ദിവസം വരെ പത്തനംതിട്ട ഹാൾട്ട് ചെയ്തിരുന്ന എല്ലാ ജീവനക്കാർക്കും അംഗീകൃത സംഘടനകൾ സംയുക്തമായി പ്രവർത്തിച്ച് മുൻവർഷങ്ങളിലേതുപോലെ തന്നെ ഭക്ഷണം ഒരുക്കിയിരുന്നത് ജീവനക്കാർക്ക് ഏറെ പ്രയോജനപ്രദമായി. ശബരിമല മകരകാലത്തോടനുബന്ധിച്ച് നടക്കുന്ന മണ്ഡല മഹോത്സവത്തിൽ ലോകമെമ്പാടുമുള്ള ഭക്തരെ വഹിച്ചുകൊണ്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിർത്തുന്ന KSRTCയിലെ ജീവനക്കാർക്കും ഇവിടെ എത്തിച്ചേരുന്ന ഭക്തരും പത്തനംതിട്ട മുനിസിപ്പൽ സ്റ്റേഡിയം ഇടത്താവളത്തിലാണ് വിശ്രമിക്കുന്നതും അല്ലെങ്കിൽ അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. മുൻ വർഷങ്ങളെ പോലെ തന്നെ പത്തനംതിട്ട KSRTCയിലെ 3 ട്രേഡ് യൂണിയനുകൾ ചേർന്നാണ് അവർക്ക് വേണ്ടുന്ന അന്നദാനവും അവർക്ക് വേണ്ടുന്ന മറ്റ് ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കുന്നത്. സ്വാമിച്ചരണം ബഹുമാനപ്പെട്ട KSRTC എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ ഈ വർഷവും ശബരിമലയിൽ പോകുന്ന ഭക്തന്മാരെ വിദൂര സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പത്തനംതിട്ട ഇടത്താവളത്തിൽ എത്തിയിട്ടുള്ള KSRTCയിലെ ജീവനക്കാർക്ക് അവർക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ള അന്നദാനം നടത്തുന്നതിന് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട്. മുൻ വർഷങ്ങളിലെ പോലെ തന്നെ ഈ പ്രാവശ്യവും വളരെ ഭംഗിയായിട്ട് അത് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും കുറ്റമറ്റ രീതിയിൽ നൽകുവാൻ ഞങ്ങൾ സംയുക്തമായിട്ട് ഇവിടുത്തെ പത്തനംതിട്ട യൂണിറ്റിലെ ട്രേഡ് യൂണിയൻ്റെ നേതൃത്വത്തിൽ ശ്രമിച്ചിട്ടുണ്ട്. കാരണം പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും വലിയ, അത് വിശേഷ പത്തനംതിട്ട KSRTCയിലെ ഏറ്റവും വലിയ മഹോത്സവമായ ശബരിമല മകരവിളക്ക് മണ്ഡല മഹോത്സവത്തിൻ്റെ ഭാഗമായി പത്തനംതിട്ടയിൽ എത്തിച്ചേർന്ന മുഴുവൻ ജീവനക്കാർക്കും ഭക്തന്മാർക്കും ആവശ്യമായ ഭക്ഷണം ക്രമീകരിക്കുന്നതിന് പത്തനംതിട്ടയിലെ വിവിധ ട്രേഡ് യൂണിയനിൽപ്പെട്ട 3 യൂണിയൻകാരും ഒരേ മനസ്സോടുകൂടി ഒരേ കുടക്കീഴിൽ നിന്ന് പ്രവർത്തിച്ച് പത്തനംതിട്ടയിലെ മുഴുവൻ ജീവനക്കാരുടെയും ഒപ്പം മുഴുവൻ ഓഫീസർമാരുടെയും സഹകരണത്തോടുകൂടി മുൻ വർഷത്തിൽ ഭംഗിയായി ഈ പ്രാവശ്യവും ചെയ്യാൻ സാധിച്ചതിൽ KSRTCയുടെ വിവിധ മേഖലയിൽ നിന്നും പൂൾ ചെയ്ത ബസ്സുകൾ പത്തനംതിട്ട, എരുമേലി ഹബ്ബുകളിൽ കേന്ദ്രീകരിച്ച് ചിട്ടയോടും ക്രമമായും പാർക്ക് ചെയ്തതും ഹിൽ ടോപ്പ്, പമ്പ ബസ് സ്റ്റേഷൻ, ചക്കുപാലം, ചാലക്കയം, പ്ലാന്തോട് തുടങ്ങി നിലയ്ക്കൽ വരെയും ക്രമീകരിച്ച് പാർക്ക് ചെയ്തിരുന്നതും ഉദ്യോഗസ്ഥന്മാരുടെ സമയോചിതമായ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള തയ്യാറെടുപ്പും ഈ ഉദ്യമം വിജയപ്രദമാക്കാൻ വളരെ സഹായകരമായിട്ടുണ്ട്. മകരജ്യോതി ദർശനത്തിന് ശേഷം ആത്മസാക്ഷാത്കാരവുമായി അയ്യപ്പ സ്വാമിമാരും മാളികപ്പുറങ്ങളും മലയിറങ്ങിയെത്തുന്ന ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളെ പമ്പയിൽ നിന്ന് നിലയ്ക്കൽ പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നതിന് പമ്പ നിലയ്ക്കൽ ചെയിൻ സർവീസുകൾ വളരെയധികം പ്രയോജനപ്രദമായി.
ദീർഘദൂര സർവീസുകൾക്കായി യാത്രക്കാർ എത്തുന്ന മുറയ്ക്ക് 600-ൽ പരം ബസ്സുകൾ ഉപയോഗിച്ചതും അയ്യപ്പസ്വാമിമാർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ തിരികെ പോകാൻ സാധിച്ചു. KSRTC പമ്പ സ്പെഷ്യൽ ഓഫീസറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 മാസക്കാലത്തോളം അർപ്പണ മനോഭാവത്തോടുകൂടിയും സേവന സന്നദ്ധതയോടുകൂടിയും ജോലി ചെയ്ത നിലയ്ക്കൽ അസിസ്റ്റന്റ് സ്പെഷ്യൽ ഓഫീസറുടെയും ഡ്രൈവർ, കണ്ടക്ടർ, മെക്കാനിക്കൽ, മിനിസ്റ്റീരിയൽ, ഇൻസ്പെക്ടർ, സ്റ്റേഷൻ മാസ്റ്റർ, ഹെഡ് വെഹിക്കിൾ സൂപ്പർവൈസർ, ടിക്കറ്റ് ആൻഡ് ക്യാഷ് ജീവനക്കാർ, സെക്യൂരിറ്റി ഗാർഡ്, മറ്റ് ഓഫീസർമാർ തുടങ്ങി മുഴുവൻ ജീവനക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും കഠിന പരിശ്രമത്താൽ കേരള സർക്കാർ വിശ്വസിച്ചേൽപ്പിച്ച ദൗത്യവും കർത്തവ്യവും അത്യന്തം പൂർണ്ണതയോടെയും പരാതികൾക്ക് ഇട നൽകാതെയും ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിലും പൂർത്തിയാക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് അത്യന്തം അഭിമാനകരമാണ്. സ്വാമി ശരണം. ഈ തവണത്തെ മകരവിളക്ക് മഹോത്സവത്തിന് KSRTC എല്ലാ തരത്തിലും സജ്ജമായിട്ടുണ്ട്. KSRTCയിൽ ഇന്നലെ മുതൽ കേരളത്തിലെ എല്ലാ യൂണിറ്റുകളിൽ നിന്നും ബസ്സുകൾ പൂൾ ചെയ്ത പ്രകാരം പത്തനംതിട്ടയിലും എരുമേലിയിലുമായി എത്തി കൃത്യമായി പമ്പ സ്പെഷ്യൽ സെൻറ്ററിൽ ബസ്സുകൾ അടുക്കി പൂളി ചെയ്ത് ജീവനക്കാരും ബസ്സുകളും പ്ലാൻ ചെയ്തതുപോലെ തന്നെ നമുക്ക് ക്രമീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെയുള്ള കണക്കനുസരിച്ച് നമ്മൾ പൂൾ ചെയ്ത പ്രകാരം മുഴുവൻ ബസ്സുകളും നമ്പർ ചെയ്ത് കൃത്യമായി ജീവനക്കാർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി ജീവനക്കാരെയും ബസ്സും പത്തനംതിട്ടയിൽ നിന്നും എരുമേലിയിൽ നിന്നും ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വർഷം ആകെ 800 ബസ്സുകളാണ് മകരവിളക്ക് സ്പെഷ്യലിനായി KSRTC പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ നമ്മുടെ ബസ്സുകൾ കുറവ് വരാതെ നോർമൽ സർവീസുകൾ അയക്കുന്നതിനുള്ള ക്രമീകരണവും യൂണിറ്റുകളിൽ ബന്ധപ്പെട്ട അസിസ്റ്റൻറ്റ് ക്ലസ്റ്റർ ഓഫീസർമാരും ജനറൽ CAമാരും ചേർന്ന് ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിലവിൽ യാതൊരു തിരക്കുകളും നമ്മുടെ സ്വാഭാവികമായ സർവീസിന് ബുദ്ധിമുട്ട് ജനങ്ങൾക്കുണ്ടാവാതെയും മകരവിളക്ക് സ്പെഷ്യൽ സർവീസിന് വരുന്ന മുഴുവൻ യാത്രക്കാർക്കും ഭക്തജനങ്ങൾക്കും വളരെ സുരക്ഷിതവും സുഗമവുമായ യാത്ര പ്രദാനം ചെയ്യാനും KSRTCക്ക് കഴിയുന്നുണ്ട്. ഇതിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഓൾറെഡി നമ്മുടെ നിലയ്ക്കലിൽ പമ്പയിലും ചേർന്ന യോഗങ്ങളിൽ നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട CMDയുടെയും എല്ലാ ഉന്നത ഉദ്യോഗസ്ഥരുടെയും അഡീഷണൽ ജോയിൻറ്റ് മാനേജിംഗ് ഡയറക്ടറുടെയും എല്ലാവരുടെയും നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നമുക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. കേരള സർക്കാരിൻ്റെയും ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുടെയും ബഹുമാനപ്പെട്ട KSRTC ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറുടെയും ബഹുമാനപ്പെട്ട ജോയിൻറ്റ് മാനേജിംഗ് ഡയറക്ടറുടെയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുടെയും നിർലോഭമായ നിർദ്ദേശങ്ങളും പിന്തുണയും സർവീസ് ഓപ്പറേഷനിലുള്ള വൈഷമ്യങ്ങൾ തരണം ചെയ്ത് വിജയത്തിലെത്തിക്കുവാൻ സഹായകരമായിട്ടുണ്ട്. KSRTCയുടെ ഈ പ്രവർത്തനത്തിന് കേരള പോലീസ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, മോട്ടോർ വാഹന വകുപ്പ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സ്, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, ആരോഗ്യ വകുപ്പ്, BSNL, കേരള വാട്ടർ അതോറിറ്റി, വനം വകുപ്പ്, മാന്യ മാധ്യമ പ്രവർത്തകർ, പത്തനംതിട്ട മുനിസിപ്പാലിറ്റി തുടങ്ങിയ വിവിധ വകുപ്പുകൾ, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അടക്കമുള്ള ബഹുമാനപ്പെട്ട പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ജില്ലാ ഭരണകൂടം, പ്രത്യേകിച്ചും പമ്പയിലും നിലയ്ക്കലും ക്യാമ്പ് ചെയ്ത് മാർഗനിർദ്ദേശങ്ങൾ നൽകിയ ബഹുമാനപ്പെട്ട ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ, ബഹുമാനപ്പെട്ട അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റുമാർ, ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള പോലീസ് വകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ, സ്പെഷ്യൽ ഓഫീസർമാർ എന്നിവരിൽ നിന്ന് ലഭിച്ച നിസ്സീമമായ സഹായ സഹകരണങ്ങളും മാർഗനിർദ്ദേശങ്ങളും വിലമതിക്കാനാവാത്തതാണ്. KSRTC എന്നും ജനങ്ങളോടൊപ്പം, യാത്രക്കാരോടൊപ്പം. സുഖ യാത്ര, സുരക്ഷിത യാത്ര. സംഗീത പൊരുള് അയ്യപ്പൻ സായുജ്യ പടവ്.